ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി അതിൻ്റെ തലയും മൂലമൊക്കെ കട്ട് ചെയ്തിട്ട് വെണ്ടയ്ക്ക ചെറുതായിട്ട് നൈസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് വേണ്ടത് സവാള, വറ്റൽമുളക്, കറിവേപ്പില. ഈ കറിവേപ്പില കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ എത്ര ഡാർക്കായിട്ടിരിക്കുന്നതെന്ന്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പ്രവാസികളാണല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കൊണ്ടുവരുമല്ലോ കറിവേപ്പിലയൊക്കെ. എന്നിട്ട് നമ്മളത് ഇവിടെ എത്തുമ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി ഒരു ബോട്ടിൽ സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കും. അപ്പോൾ അത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളക് ഇടുക, പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ഇടുക. സാധാരണ എല്ലാവരും കൊച്ചുള്ളിയാണ് ഇടല്. നമുക്കിവിടെ പ്രവാസികൾക്ക് കൊച്ചുള്ളി കിട്ടാൻ കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ സവാള എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് അതിലേക്ക് ഇടും. ഓക്കെ, എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. സാധാരണ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കുക. ഓക്കെ, നല്ലപോലെ മിക്സാക്കി ആ സവാളേൻ്റെ കളറൊക്കെ ഒന്ന് മാറി കുറച്ച് ബ്രൗണിഷ് കളറൊക്കെ ആയിട്ട് ഒന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ മിക്സാക്കിയിട്ട് നല്ല സവാളയും വെണ്ടയ്ക്കയൊക്കെ നല്ലപോലെ മിക്സായെന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മളത് തപ്പിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെക്കാം. ഒരു 5-6 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ സിമ്മിലിട്ടിട്ട് അടച്ച് വെക്കുക. അതിനുശേഷം നമ്മളത് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് നല്ലൊരു വെന്തിട്ടുണ്ടാവും, പക്ഷെ നല്ല കുഴകുഴാന്നിരിക്കും. വെണ്ടയ്ക്ക ഓൾറെഡി നല്ല മെഴുമെഴുപ്പുള്ള സാധനമാണല്ലോ, അങ്ങനെ കുഴകുഴാന്നിരിക്കും. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് മസാല ഇടുക. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുക. ഇത് രണ്ടേ ഉള്ളൂ മസാലയായിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, ഞാൻ പച്ചമുളക് ഇടുന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പച്ചമുളകും കട്ട് ചെയ്തതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. വെണ്ടയ്ക്ക ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ആക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. നല്ല മിഴമിഴാന്നിരിക്കുന്ന വെണ്ടയ്ക്ക നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ല മിക്സാക്കി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. അപ്പോഴത്തേക്ക് നല്ല വെന്ത് നല്ല ഡ്രൈ ആയി കുറച്ച് ക്രിസ്പി ആയി കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് ചോറെങ്കിലും കഴിക്കാം കേട്ടോ. ഈ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ ഒരു കറി മാത്രം മതി. ഈ ഒരു കറിയും വേണമെങ്കിൽ ഒരു തൈര് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.